ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കിട്ടാൻ പോവാ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. എന്റെ അച്ഛൻ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അത് എത്ര വലുതാ? വളരെ വളരെ വലുതാ. അത് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് നട്ടുവെക്കാൻ പോവാ. അത് എത്ര വലുതാണെന്ന് നമുക്ക് നോക്കിയാലോ? കാണിച്ചുതരാം. കിണറ്റി വീഴാതെ നീ എന്നെ രക്ഷിച്ചു മോനെ. നിനക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ ഇങ്ങനത്തെ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് മോനെ. നീ കുട്ടിയല്ലേ. അപ്പൂപ്പ, ഞാനൊരു റോബോട്ടല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം എനിക്കറിയാം, കുട്ടികൾ ഒരിക്കലും ഇതുപോലത്തെ സ്റ്റണ്ട്സ് ചെയ്യാൻ പാടില്ല. അത് അപകടമാണ്. പിന്നെ അപ്പൂപ്പ, ഞാൻ ഓരോ കുട്ടിയോടും പറയുന്നത് ഇത് തന്നെയാണ്. ഗുഡ്. എനിക്കറിയാം മോനെ, നീ പറയുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും അതേപടി അനുസരിക്കും. വാ വാ, ആരെന്റെ കൂടെ വന്ന് എന്റെ ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോണേ? നിന്റെ ഗാർഡനിൽ വെച്ച് തന്നെ നിന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. വാ പോകാം. നീ തന്നെ നിന്റെ ട്രീ നട്ടുവെക്ക്. വാ, നമുക്കും ഗാർഡനിലേക്ക് ചെന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വാ, നമുക്ക് പോകാം. ദേ ഇത് കണ്ടോ? ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയെ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. എല്ലാരും അതിനെ കണ്ടോണ്ടിരിക്കണം. ഇത് വലിയ കാര്യമൊന്നല്ലല്ലോ. ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അകിടം പകിടം ആലം ഫാലം എകിടം തികിടം ദം ദമാദം. കൊള്ളാലോ, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? മാജിക് ആണല്ലേ. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. എല്ലാം പഴയതുപോലെ ആവട്ടെ. വൈകുന്നേരം നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. എന്നിട്ട് നമുക്ക് ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. അല്ലേ വീർ? ഓക്കേ അല്ലേ? ശരി, നമുക്ക് എല്ലാവർക്കും വൈകിട്ട് ഇവിടെ വെച്ച് കാണാം. ഓക്കേ? Mad Max! Mad Max! Timbuktu, എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? ബോസ്, എമിലി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്. Yes! കൊള്ളാം ടിംബക്ടു. എമിലി ഇവിടെ ഉണ്ടെങ്കിൽ വീർ ഇവിടെ തീർച്ചയായും വരുന്നതാണ്. അവൻ ഇവിടെ വെച്ചങ്ങ് തീർത്തേക്കാം. അവൻ തിരിച്ചു പോകില്ല. എല്ലാം തയ്യാറാക്കിക്കോളൂ. അവൻ വരട്ടെ. വീർ,
ഈ കളി ഇതോടെ അവസാനിക്കുന്നില്ല, ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ വേഗം പുറത്തേക്ക് ചെല്ല്. അപ്പൂപ്പൻ നിന്നെ വെയിറ്റ് ചെയ്ത് സ്പേസ്ഷിപ്പിൽ ഇരിപ്പുണ്ട്. വേഗം ചെല്ല്. ഞാൻ നിന്നെ അങ്ങനെ തനിച്ചാക്കി പോവില്ല. മേരി ക്രിസ്മസ് വീർ. സിംഹമോ? സിംഹത്തിന്റെ സീൻ പിന്നെയല്ലേ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സിംഹത്തെ റെഡിയാക്കാം. അല്ലേ ചിണ്ടു? അവൻ വരുമല്ലോ അല്ലേ? ആ അതെ അതെ, തീർച്ചയായിട്ടും വരും സാർ. അവൻ റോൾ ഓക്കെ ചെയ്തിട്ടാ പോയത് സാർ. അവന്റെ സീൻ തുടങ്ങുന്ന സമയത്ത് അവൻ ഇവിടെ തീർച്ചയായിട്ടും എത്തും, വിഷമിക്കേണ്ട. ഓക്കെ ഓക്കെ, അവനെ വിളിക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാൻ കട്ടൺ ഓപ്പൺ ചെയ്യാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. വീർ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ ചാട്ട് കഴിച്ചിട്ട് വരട്ടെ പ്ലീസ്. അനങ്ങിപ്പോരുത്. അടങ്ങിയിരുന്നാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ പിന്നെ നീ എന്റെ വയറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഹീറോ, ഞങ്ങളെ രക്ഷിക്ക്. മനുഷ്യൻ ഇവിടെയുള്ള കാട് മൊത്തം വെട്ടി നശിപ്പിക്കുകയാണ്. നമ്മൾ ഇനി എവിടേക്ക് പോകും? നമുക്കൊരു വീട് എവിടെയാണ് ഉണ്ടാവുക? ഷെടാ, വന്നപ്പോ തന്നെ കംപ്ലൈന്റ് തുടങ്ങിയോ നീ? ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലേ, വിശന്നിരിക്കായിരിക്കും. ചെന്ന് കുറച്ച് ചാട്ട് കഴിക്ക്. മറ്റേതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവന്മാരിതെന്താ ചെയ്യുന്നേ? നാടകത്തിന് ചാട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ചെന്ന് മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറയുന്നത് അവർ സമ്മതിക്കും. അവർ ഒരിക്കലും കാട് വെട്ടി നശിപ്പിക്കില്ല. ലെറ്റ്സ് സെലിബ്രേറ്റ്. ഈ സന്തോഷ വാർത്ത കേട്ടോണ്ട് നമുക്കൊരു പ്ലേറ്റ് ചാട്ട് കഴിക്കാം. മൃഗങ്ങളെല്ലാം ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചാറ്റ് കഴിക്കുന്ന നാടകം താൻ എന്തിനാ ഉണ്ടാക്കിയത്? ആനിമൽസ് ആരെങ്കിലും ചാറ്റ് കഴിക്കുള്ളൂ. എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക. സർ സർ, ഞാൻ പറയുന്നത് വിശ്വസിക്കും സർ. പ്ലേയില് ചാട്ടിന്റെ ഒരു സീനും ആഡ് ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, ആഹാരവും സ്നാക്സ് ഒക്കെ കഴിച്ചത് മതിയാക്ക്. ഇനി നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ചെന്ന മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. അവരിപ്പോ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. നിങ്ങൾ പോയി മറിഞ്ഞിരുന്ന് നോക്ക്. ഞാൻ സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ എല്ലാരും പുറത്തു വന്നാ മതി. കൊള്ളാം കൊള്ളാം, താങ്ക് യു ഹീറോ. ഈ ക്യാപ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ പ്ലേറ്റ് ചാട്ട് വെച്ചേക്കാം. പതുങ്ങിയിരിക്കുമ്പോ കഴിച്ചോണ്ടിരിക്കാം. എടാ തടിയം കൊറില്ല, മതിയാക്ക് നിന്റെ തമാശയും ചാട്ടും. വീർ, വേഗം ചെയ്യ്. അവൻ എന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിലും കൂടുതൽ സ്പീഡായിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. ഇമിലി, കുറച്ചു സമയത്തിനുള്ളിൽ ചെളിയെല്ലാം റെഡിയാകും. ഒന്ന് വേഗം റെഡിയാക്ക്. അവൻ എന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇതിൽ കൂടുതൽ വേഗത്തിലേക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റില്ല. നീ ഇങ്ങോട്ട് വന്നേക്കും മിലി. ചെളിയെല്ലാം റെഡിയായി കഴിഞ്ഞു. വീർ,
ആവശ്യമില്ലാതെ മാജിക് പവർ കാണിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഇവന്റെ വയറിനകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണങ്ങളുമുണ്ട്. എത്രയും പെട്ടെന്നെല്ലാം പഴയതുപോലെ മാറ്റ്. ഇത് റിക്വസ്റ്റ് ആണോ അതോ ഓർഡർ ആണോ? ഇത് ഞാൻ തരുന്ന ഓർഡർ ആണ്. എന്നാ പിന്നെ ഞാനത് ചെയ്തേ പറ്റൂ. മാസ്റ്ററുടെ ഓർഡർ ജിന്നിനെ ഒരിക്കലും അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഏതാണ്ട് ഒരു സ്വപ്നം കണ്ടതുപോലെയുണ്ട്. എന്റെ പിഗ്ഗി ബാങ്ക് ഓടിപ്പോയതുപോലെ തോന്നുന്നു. പിന്നെ അവൻ എല്ലാവരുടെയും ജ്വല്ലറീസ്, പേഴ്സ്, കോയിൻസ് ഒക്കെ കഴിക്കുമായിരുന്നല്ലേ? അവൻ നിന്നെ അടിച്ചങ്ങ് പുറത്താക്കിയല്ലേ? പിന്നെ റോബോബോയ് വന്ന് അവന്റെ കൂടെ ഫൈറ്റ് ചെയ്തല്ലേ? ആ, അതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? എടാ ബണ്ടി, ചില സമയത്ത് നമ്മൾ എല്ലാവരും ഒരേപോലത്തെ സ്വപ്നങ്ങളാ കാണുന്നത്. എന്ത് ഒരേപോലെയുള്ള സ്വപ്നം കാണുന്നെന്നോ? എനിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത്? എല്ലാരും ചേർന്ന് എന്നെ മണ്ടനാക്കിയതുപോലെ തോന്നുന്നു.